എല്ലാവർക്കും ജോൺ ലൂയിസ് മെമ്മറി സ്കൂളിലേക്ക് സ്വാഗതം. നിങ്ങളുടെ കുട്ടി എപ്പോഴെങ്കിലും അമ്മേ എനിക്കിത് പഠിക്കാൻ വയ്യ, എന്തൊരു ഭാരമാ എന്ന് പറഞ്ഞിട്ടുണ്ടോ? വിഷമിക്കേണ്ട, നിങ്ങൾ ഒറ്റയ്ക്കല്ല. മിക്കവാറും എല്ലാ വീട്ടിലും കേൾക്കുന്ന ഒരു പരാതിയാണിത്. അപ്പോൾ പഠിക്കാൻ ഒട്ടും ഇഷ്ടമില്ലാത്ത, അതിനെ ഒരു ഭാരമായി കാണുന്ന ഒരു കുട്ടിയെ നമുക്ക് എങ്ങനെയൊന്ന് മോട്ടിവേറ്റ് ചെയ്യാം? അതിനെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. അല്ലേ, ഇതൊരു വലിയ തലവേദന തന്നെയാണ്. പുസ്തകം മുന്നിൽ കൊണ്ടുവയ്ക്കുമ്പോഴേക്കും മുഖം വീർപ്പിക്കുന്ന ഒരു കുട്ടിയെ എന്തു ചെയ്യും? അവരുടെ മനസ്സിൽ എങ്ങനെ പഠനത്തോടുള്ള ഒരു ഇഷ്ടം കൊണ്ടുവരാൻ പറ്റും? അതിന് വളരെ സിമ്പിളായ ഒരു വഴിയുണ്ട്. നമുക്കതൊരു കൊച്ചു കഥയിലൂടെ, ഒരു മുത്തശ്ശി കഥയിലൂടെ കേട്ടുനോക്കാം. പഠിത്തം എന്തൊരു ഭാരമാണ്. കേട്ടിട്ടില്ലേ ഈ ഡയലോഗ്? നമുക്കെല്ലാവർക്കും നല്ല പരിചയമുണ്ടാകും. പുസ്തകങ്ങളൊക്കെ ഒരു വലിയ ചുമട് പോലെയും സ്കൂൾ ഒരു ജയില് പോലെയുമൊക്കെ തോന്നുന്ന നമ്മുടെ കുട്ടികൾ, സത്യം പറഞ്ഞാൽ അവരുടെ ഭാഗത്തുനിന്ന് ചിന്തിച്ചാൽ അതൊരു സ്വാഭാവികമായ തോന്നൽ കൂടിയാണ്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തെ വളരെ രസകരമായിട്ട്, വളരെ സിമ്പിളായിട്ട് കൈകാര്യം ചെയ്ത ഒരു മുത്തശ്ശിയുടെയും പേരക്കുട്ടിയുടെയും കഥയാണ് നമ്മളിന്ന് കേൾക്കാൻ പോകുന്നത്. സ്കൂളെന്ന് കേൾക്കുന്നതേ ഇഷ്ടമല്ലാതിരുന്ന ഒരു കുട്ടിയെ ഒരു സാധാരണ പാചകവിധിയിലൂടെ മുത്തശ്ശി പഠിപ്പിച്ച ഒരു വലിയ പാഠം. ആ കുട്ടിയുടെ കാര്യം പറയുകയാണെങ്കിൽ എല്ലാ ദിവസവും ഇതുതന്നെയായിരുന്നു അവൻ്റെ പരാതി. എനിക്ക് പഠിക്കാൻ ഭയങ്കര പാടാണ്, സ്കൂളിൽ പോകുന്നത് തന്നെ ഒരു ഭാരമാണ് എന്നൊക്കെ അവൻ എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അങ്ങനെയിരിക്കെ ഒരു ദിവസം വൈകുന്നേരം മുത്തശ്ശി അടുക്കളയിലെ വടയുണ്ടാക്കാനുള്ള ഒരുക്കത്തിലായിരുന്നു. അപ്പോൾ പതിവ് പോലെ നമ്മുടെ കഥാനായകൻ പരാതിക്കെട്ടുമായി അങ്ങോട്ട് വന്നു. അപ്പോൾ മുത്തശ്ശി അവനെ നോക്കിയിട്ട് ആ ചൂടായ എണ്ണയിലേക്ക് ചൂണ്ടി ചോദിച്ചു, മോനെ, നീ ഈ എണ്ണ കുടിക്കുമോ? അവന്റെ മറുപടി ഉടൻ വന്നു. ഒരുതരം പുച്ഛത്തോടെ, വെറുപ്പോടെ അവൻ പറഞ്ഞു, ഇതാരാണ് കുടിക്കുക? എണ്ണയൊന്നും ആരും കുടിക്കില്ലല്ലോ. പക്ഷേ മുത്തശ്ശി വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. അവർ അടുത്തതായിട്ട് കയ്യിലിരുന്ന പച്ചപ്പരിപ്പെടുത്ത് കാണിച്ചു. എന്നിട്ട് ചോദിച്ചു, ശരി, എന്നാ പിന്നെ ഈ പരിപ്പ് വെറുതെ കഴിക്കാൻ പറ്റുമോ? അതിനും കിട്ടി നല്ല കിടിലൻ മറുപടി, ഒരിക്കലുമില്ല, ഈ കല്ലുപോലത്തെ പരിപ്പൊക്കെ ആരെങ്കിലും വെറുതെ കഴിക്കുമോ എന്നായിരുന്നു അവന്റെ ചോദ്യം. ഓക്കെ, മുത്തശ്ശി അടുത്ത ചോദ്യത്തിലേക്ക് കടന്നു. ആ അരച്ചുവെച്ച മാവിലേക്ക് കുറച്ച് ഉപ്പെടുത്തിട്ടുകൊണ്ട് ചോദിച്ചു, അപ്പോൾ ശരി, ഈ ഉപ്പ് മാത്രമായിട്ട് കഴിക്കാൻ പറ്റുമോ? ഇത്തവണ അവൻ കുറച്ചുകൂടി പുച്ഛത്തോടെയാണ് മറുപടി പറഞ്ഞത്, അയ്യേ, ഉപ്പൊക്കെ ആരെങ്കിലും വെറുതെ കഴിക്കുമോ? എന്തൊരു ചോദ്യമാണത് മുത്തശ്ശി. അവനിപ്പോൾ ശരിക്കും ദേഷ്യം വരുന്നുണ്ടായിരുന്നു. അപ്പോൾ കഥയുടെ ഒരു പ്രധാന വഴിത്തിരിവിലേക്കാണ് നമ്മൾ വരുന്നത്. അവന് വെവ്വേറെ കഴിക്കാൻ ഒട്ടും ഇഷ്ടമല്ലാത്ത ഈ സാധനങ്ങളൊക്കെ ഒരുമിക്കുമ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കാം. മുത്തശ്ശി എന്തു ചെയ്തു? ആ പച്ചപ്പരിപ്പ് നന്നായി അരച്ച് അതിൽ നേരത്തെ പറഞ്ഞ ഉപ്പും കുറച്ച് മസാലകളുമൊക്കെ ചേർത്ത് നല്ലപോലെ കുഴിച്ചു. എന്നിട്ട് അത് ചെറിയ ഉരുളകളാക്കി നമ്മൾ നേരത്തെ കണ്ട ആ ചൂടുള്ള എണ്ണയിലിട്ട് വറുത്തുകോരി. അധികം സമയമൊന്നും വേണ്ടി വന്നില്ല. ആ അടുക്കള മുഴുവൻ വടയുടെ നല്ല മണമങ്ങ് നിറഞ്ഞു. നല്ല മൊരിഞ്ഞ രുചികരമായ വട റെഡി. കുറച്ചു മുൻപ് അവൻ എന്ന് പറഞ്ഞ് വെറുപ്പോടെ നോക്കിയ അതേ സാധനങ്ങൾ നോക്കൂ, ഇപ്പോഴിതാ കുതിയൂറുന്നൊരു പലഹാരമായി അവന്റെ മുന്നിലിരിക്കുന്നു. എന്നിട്ട് മുത്തശ്ശി ആ പേരക്കുട്ടിയെ സ്നേഹത്തോടെ അടുത്തു വിളിച്ച് ഒരു വട കയ്യിൽ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, മോനെ, നമ്മുടെ പഠിത്തമില്ലേ, അതും ഈ വട പോലെ തന്നെയാണ്. കണ്ടില്ലേ, എണ്ണയും പരിപ്പും ഉപ്പുമൊന്നും നമുക്ക് തനിയെ കഴിക്കാൻ ഇഷ്ടായില്ല. പക്ഷേ അതെല്ലാം കൂടി ചേർന്നപ്പം എന്ത് രുചിയുള്ള വടയാ കിട്ടിയത്. അതുപോലെയാ പഠിത്തവും. ചിലപ്പം കണക്കിഷ്ടാവില്ല, അല്ലെങ്കിൽ ചരിത്രം ബോറായിരിക്കും, ചിലപ്പം പരീക്ഷയെ ഇഷ്ടമുണ്ടാവില്ല. പക്ഷേ ഇതെല്ലാം ചേരുമ്പോഴാണ് നിനക്കൊരു നല്ല ഭാവി ഉണ്ടാകുന്നത്. അപ്പോൾ ഈ മുത്തശ്ശി പറഞ്ഞ പാഠമില്ലേ, അത് പഠിത്തത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല കേട്ടോ, നമ്മുടെ ജീവിതത്തിലെ പല നല്ല കാര്യങ്ങളും പല മനോഹരമായ കാര്യങ്ങളും തുടക്കത്തിൽ ചിലപ്പോൾ ഇത്തിരി കയ്പുള്ള വഴികളിലൂടെ ആവും നമ്മളിലേക്ക് എത്തുന്നത്. വേറെ ഉദാഹരണങ്ങൾ നോക്കിയാലോ? ഒന്ന് ആലോചിച്ചു നോക്കൂ. നന്നായി ചുട്ടുപഴിപ്പിച്ച ശേഷമാണ് ഒരു സാധാരണ മുള മനോഹരമായ സംഗീതം തരുന്ന ഒരു ഓടക്കുഴലായി മാറുന്നത്. അതുപോലെ സ്വർണം ഉയർന്ന ചൂടിൽ ഉരുകിയ ശേഷമാണ് നല്ല തിളക്കമുള്ള ആഭരണമായി മാറുന്നത്. അതായത് കഠിനമായ പ്രക്രിയകൾക്ക് ശേഷമാണ് എപ്പോഴും ഏറ്റവും നല്ല ഫലങ്ങളുണ്ടാകുന്നത്. ഇന്നത്തെ നമ്മുടെ ലോകം എങ്ങനെയുള്ളതാണ്? എല്ലാം ഇൻസ്റ്റന്റാണ്. ഇൻസ്റ്റന്റ് ഫുഡ്, ഇൻസ്റ്റന്റ് വിജയം, എല്ലാം പെട്ടെന്ന് കിട്ടണം. പക്ഷേ വിദ്യാഭ്യാസം ഒരു ഇൻസ്റ്റന്റ് നൂഡിൽസ് പോലെയല്ല. അത് പതുക്കെ, ക്ഷമയോടെ, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി കഴിവുകൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു വലിയ യാത്രയാണ്. ശരിയാണ്, അതിന് കുറച്ച് സമയമെടുക്കും. പക്ഷേ അങ്ങനെ കിട്ടുന്ന ഫലം ജീവിതകാലം മുഴുവൻ നമ്മുടെ കൂടെയുണ്ടാവും. അപ്പോൾ ശരി, ഈ ഒരു അറിവ് വെച്ച് നമുക്കെങ്ങനെ മുന്നോട്ട് പോവാം? പ്രത്യേകിച്ച് ഈ കേട്ടുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക്. ഇത് കേൾക്കുന്ന ഓരോ വിദ്യാർത്ഥിയും സ്വന്തം നെഞ്ചിൽ കൈവച്ച് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കണം. എന്താണ് എന്റെ മുന്നോട്ടുള്ള യാത്രയിലെ യഥാർത്ഥ തടസ്സം?
എന്റെ മടിക്ക് ഞാൻ അച്ഛനെയോ അമ്മയെയോ ടീച്ചർമാരെയോ ആണോ കുറ്റം പറയുന്നത്? ഇപ്പോഴുള്ള ഈ ചെറിയ ബുദ്ധിമുട്ടുകൾക്കപ്പുറം എനിക്കായി കാത്തിരിക്കുന്ന ആ നല്ല ഭാവിയെക്കുറിച്ച് ഞാൻ ശരിക്കും ചിന്തിക്കുന്നുണ്ടോ? അതുകൊണ്ട് നമുക്ക് ഈ ഒരു വാചകം മനസ്സിലെപ്പോഴും ഓർമ്മിക്കാം. വിദ്യാഭ്യാസത്തിന്റെ വേരുകൾക്ക് കയ്പുണ്ടാവാം, പക്ഷേ അതിന്റെ ഫലം എക്കാലത്തേക്കും മധുരമുള്ളതായിരിക്കും. ആ മധുരമുള്ള പഴം കഴിക്കാനായി ഇന്നത്തെ ഈ ചെറിയ കയ്പിനെ നമുക്ക് സന്തോഷത്തോടെ അങ്ങ് സ്വീകരിക്കാം. ഇന്നത്തെ ഈ ചിന്തകൾ കേൾക്കാനായി ഞങ്ങളോടൊപ്പം സമയം ചിലവഴിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇതുപോലുള്ള കൂടുതൽ വിഷയങ്ങളുമായി നമുക്ക് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. അതുവരെ എല്ലാവരും ഒന്നോർക്കുക, നിങ്ങളുടെ ജീവിതത്തിലെ കൈപ്പേറിയ വേരുകളെയും അതിൽ നിന്നും തീർച്ചയായും ഉണ്ടാകാൻ പോകുന്ന മധുരമുള്ള ഫലങ്ങളെയും കുറിച്ച് മറക്കാതിരിക്കുക.